നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം കോട്ടക്കിലുള്ള വി ബിൽഡിൻ്റെ പ്രൊജക്റ്റിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഒരു വൈറ്റ് മിനിമൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന എലവേഷനും അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ ഡിസൈനുമുള്ള ഈ വീടിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ മൈ ബെറ്റർ ഹോമിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോമ്പൗണ്ട് വാളിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ ഈ വീടിന് ഗേറ്റ് നൽകിയിരിക്കുന്നത് HPL ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഗേറ്റാണ്. അതായത് നമുക്ക് മൊബൈൽ ആപ്പ് വെച്ചിട്ടും റിമോട്ട് കൺട്രോൾ വെച്ചിട്ടും ഓപ്പൺ ആക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ നമ്മൾ കയറി ചെല്ലുന്നത് വീടിൻ്റെ ലാൻഡ്സ്കേപ്പിലേക്കാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും അല്പം എലിവേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലോപ്പ് വരുന്ന ഭാഗത്ത് മുഴുവൻ കോബിൾ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് പേൾ ഗ്രാസ് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്യാൻഡിലിവർ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വീടിൻ്റെ കാർപോർട്ട് സ്പേസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആംബിയൻസ് ആണ്. കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. നേരെ നമ്മൾ കയറി വരുന്നത് വിശാലമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് ഏരിയയിലേക്കാണ്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ഈ വീടിന് വരുന്നത്. അത്യാവശ്യം വലിയ മുറ്റം കിട്ടുന്നൊരു വീടാണിത്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ സ്ട്രിപ്പുകളായിട്ട് കോബിൾ സ്റ്റോണുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു സിമ്പിൾ മിനിമൽ സ്റ്റൈലിലാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഫിനിഷാണ് പെയിൻറ്റ് ഫിനിഷായിട്ട് വീടിന് നൽകിയിരിക്കുന്നത്. സൺഷെയ്ഡിൻ്റെ ഭാഗങ്ങളിലും അതേപോലെ റൂഫിൻ്റെ പ്രൊജക്ഷനിലും ഒക്കെ ലെയറുകളായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ട് തന്നെ വീടിൻ്റെ എലിവേഷനിൽ ആ ഒരു ലെയറിങ്ങിൻ്റെ ഭംഗി നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല റൂഫ് എലിവേഷൻസ് ആണെങ്കിലും ഡിഫറെൻറ്റ് ഹൈറ്റിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ വീട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വലിയ വിൻഡോസ് ആണ് വീടിന് നൽകിയിരിക്കുന്നത്. വിൻഡോയുടെ ആ ഒരു ടീക്ക് വുഡ് ഫിനിഷും വൈറ്റ് ഫിനിഷും കൂടെ കോമ്പിനേഷനായിട്ട് വരുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നല്ല തിളക്കത്തോടു കൂടെ വീട് ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഭാഗത്താണ് കാർ പോർച്ച് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ്. ഒരേ സമയം ഒരു കാറിനും ബൈക്കിനും നിർത്താൻ പറ്റുന്ന രീതിയിലാണ് കാർ പോർച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്തൊരു വൈറ്റ് CNC കട്ടിങ് നൽകിയിട്ടുണ്ട്. മെറ്റൽ ഷീറ്റിൽ CNC വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. L ഷേപ്പിലാണ് സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ബ്ലാക്ക് ഫിനിഷ് വരുന്നു. അതിനുശേഷം വിട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു സ്വിംഗ് ചെയർ നൽകിയിട്ടുണ്ട്. ഒരു ഊഞ്ഞാൽ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ബാക്ക് സൈഡിൽ ഒരു കോർട്ട്യാർഡ് സ്പേസും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഇൻറ്റീരിയർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട്സിനെയും എഞ്ചിനീയേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. മലപ്പുറം കോട്ടക്കിലുള്ള വി ബിൽഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് വർക്കുകളും ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും പ്ലാനിങ് ആയാലും എക്സിക്യൂഷൻ ആണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെങ്കിലും ഇൻറ്റീരിയർ എക്സിക്യൂഷൻ ആണെങ്കിലും ഈ വീട്ടിൽ ഒരുപാട് ഓട്ടോമേഷൻ ഡിവൈസസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡോർ ഫ്രോണ്, ഗേറ്റ് ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വീട്ടിൽ മുഴുവനായിട്ട് CCTV ക്യാമറകൾ വരുന്നുണ്ട്. ബെഡ്റൂമിൽ ഒരു റോളിംഗ് ഷട്ടേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഓട്ടോമേഷൻ സൊല്യൂഷൻസ് വരെ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഈ വീടിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കണ്ടതിന് ശേഷം വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ തേക്ക് മരത്തിൽ ചെയ്തിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്തിരിക്കുന്ന ഒരു ഡോറാണ് ഫ്രണ്ട് ഡോറായിട്ട് നൽകിയിരിക്കുന്നത്. ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് അതിന് നൽകിയിരിക്കുന്നത്. ഹാൻഡിൽ കൊടുത്ത് നോക്കുക, ഒരു ആൻറ്റിക് ഫിനിഷ് വരുന്ന നല്ല ഭംഗിയുള്ള ഹാൻഡിലാണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത്. നമുക്ക് വീടിനകത്തേക്കൊന്ന് കയറി നോക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഈ ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന സോഫ സീറ്റേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വുഡൻ പാനലിംഗ് വരുന്ന മുകളിൽ ഫാബ്രിക് ചെയ്തിരിക്കുന്ന നല്ല സിറ്റിംഗ് കംഫർട്ടുള്ള സോഫയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തും സിമിലർ ടച്ചിൽ വരുന്ന 3 സീറ്റർ സോഫ നൽകിയിരിക്കുന്നു. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടൊരു കൺസോൾ യൂണിറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. GI പ്രൊഫൈൽസ് യൂസ് ചെയ്തിട്ട് അതിൽ ഗോൾഡൻ പെയിൻറ്റ് കോട്ടഡ് ആയിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് വന്നിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തൊരു മിറർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഭാഗം കുറച്ചുകൂടെ എൻലാർജ് ആയിട്ട് കാണിക്കാൻ ഈ ഒരു മിറർ സഹായിക്കുന്നുണ്ട്. കർട്ടൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ ക്ലോത്ത് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് കർട്ടൻസിന് ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു ഇൻറ്റീരിയർ സ്പേസിൻ്റെ കളർ തീം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വാളിൽ കൊടുത്ത വാൾ ആർട്ടൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടില്ലേ. ഇതുപോലുള്ള മോൾഡിങ്സ് വീടിൻ്റെ ഇൻറ്റീരിയറിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇൻറ്റീരിയറിന് നല്ലൊരു ലക്ഷറി ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വെയിൻസ്കൗട്ട് മോൾഡിങ്ങുകൾ നമ്മളെ സഹായിക്കും. ഇതിൻ്റെ പേര് വെയിൻസ്കൗട്ട് എന്നാണ്. നമുക്കിങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭിത്തിയിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത്
അവൈലബിൾ ആവുക. ഇവിടെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്, അത് ഈ ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കളർ തീമാണ് പോട്ടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് മൊത്തത്തിൽ ഒരു ഓപ്പൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെയാണ് ഫാമിലി ലിവിങ് സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഫാമിലി ലിവിങ് സ്പേസിലാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സോഫ സീറ്റർ, അതോടൊപ്പം ഒരു റിക്ലൈനർ ചെയറുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലോഞ്ചർ ടൈപ്പ് സോഫ സീറ്ററാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കളർ തീമാണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിനും ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വി ബിൽഡിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് ഇൻറ്റീരിയർ വിങ് ആയിട്ട് വി ബിൽഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഒരു വിങ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വി ബിൽഡ് ഇൻറ്റീരിയറിൻ്റെ സഹായം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മാത്രമല്ല വീടിൻ്റെ മൊത്തത്തിലുള്ള സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് അവരുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ലിവിങ് സ്പേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. പാനലിംഗ് ആണ് പുറകിൽ നൽകിയിരിക്കുന്നത്. ഒരു സിമൻറ്റ് ടെക്സ്ചർ ഫിനിഷാണ് പാനലിങ്ങിന് നൽകിയിരിക്കുന്നത്. അതിൽ ഗോൾഡൻ ബിൽഡിങ്ങുകൾ വരുന്ന സമയത്ത് നല്ല ഭംഗിയിൽ ഒരു ലക്ഷറി ആംബിയൻസ് ഈ ഒരു ഹൈലൈറ്റഡ് വാളിന് നൽകാൻ അത് സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രൂ വർക്കുകൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളിൽ പല ഭാഗങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫാമിലി ലിവിങ് സ്പേസിലാണെന്ന് പറഞ്ഞു. അതിനോട് ചേർന്ന് തന്നെ ഒരു പ്രയർ റൂം, ഒരു നിസ്കാര മുറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വാള് കാണുമ്പോൾ ഒരു സിംഗിൾ വാളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആക്ച്വലി ഇവിടെ ഒരു ഡോറ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഡോറിന് സെയിം വാളിന് കൊടുത്തിരിക്കുന്ന ടെക്സ്ചറും അതിൻ്റെ ഡിസൈൻ പാറ്റേണും കണ്ടിന്യൂസ് ആയിട്ട് ഡോറിന് കൂടെ കൊടുത്തിരിക്കുകയാണ്. പ്രയർ റൂമിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അബ്ലൂഷൻ വുളു എടുക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. ഒരു പ്രയർ സ്പേസ് ഈ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ് ആണ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. ഡൈനിങ് ടേബിൾ വരുന്നു. 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ലെഗ് നോക്കൂ, മരത്തിൽ ചെയ്തിരിക്കുന്ന സ്പൈറൽ ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു ലെഗ് ഇതിന് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നൽകിയിരിക്കുന്നു. ഗ്ലാസ് കൗണ്ടർ ടോപ്പാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. വാളിലേക്ക് വരികയാണെങ്കിൽ വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വെയിൻസ്കോട്ട് പ്രൊഫൈലുകൾ യൂസ് ചെയ്തിട്ടാണ്. സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ ഒരു മിറർ ആർട്ട് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് ഒക്കെ ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കാണുമ്പോൾ കറക്റ്റ് വാൾപേപ്പറിൻ്റെ ആ ഒരു ഫിനിഷിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പെർഫെക്ഷനോട് കൂടെയാണ് ഈ ഒരു ടെക്സ്ചർ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡൈനിങ് ടേബിളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ മുകളിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ളൊരു സീലിംഗ് പാറ്റേൺ ആണ് ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ടേബിളിനോട് ചേർന്നാണെങ്കിലും എന്നാൽ തന്നെ പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് അകത്തേക്കൊരു ഭാഗം എക്സ്ട്രൂഡ് ചെയ്തിട്ട് ആ ഭാഗത്താണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൊറിയൻ ടോപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു കൗണ്ടർ ടോപ്പാണ് വാഷ് ബേസിന് നൽകിയിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഒരു ബേസിന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പകരം ഈ കൗണ്ടർ ടോപ്പ് മെറ്റീരിയൽസ് കൊണ്ട് തന്നെ ബേസിൻസ് നിർമ്മിച്ചിരിക്കുകയാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഫീല് ആ ഒരു ബേസിന് കിട്ടുന്നുണ്ട്. മാത്രമല്ല അടിയിലത്തെ വാനിറ്റി കൗണ്ടർ, നമ്മൾ ക്ലീനിങ് ഏജൻസികളൊക്കെ വെക്കുന്ന ഭാഗം ഇതേപോലെ ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് 2 ഡോർസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ വെറൈറ്റി ആയിട്ട് ഈ ഒരു വാഷ് ബേസിൻ ഏരിയ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്ന അതേ ഭാഗത്ത് തന്നെയാണ് അപ്സ്റ്റെയറിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്റ്റെയർ കേസ്. അതിനോട് ചേർന്ന് തന്നെ വീടിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് ഈ ഭാഗത്തൊരു ഓപ്പൺ കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ കോർട്ട്യാർഡ് നൽകിയിരിക്കുന്നത്. വലിയൊരു ഷോവാൾ ഇവിടെ നൽകിയിരിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ പർപ്പസിന് നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷോവാൾ കൂടിയാണത്. 2 ആർച്ചുകളാണ് ഈ ഷോവാളിൽ നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആർച്ച് ഇതേപോലെ ഒരു ഗോൾഡൻ ഗ്രില്ലൊക്കെ നൽകി നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ തൊട്ട് ബാക്കിലും മിററാണ് നൽകിയിരിക്കുന്നത്. നേരെ മുകളിൽ തലകുത്തിന് ഈ ഇൻവേർട്ടഡ് ഷേപ്പിൽ ഒരു ആർച്ച് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു മുഴുവൻ ഷോവാളും കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റാലിയൻ മാർബിളിൻ്റെ ഷെയ്ഡിലാണ് ഈ ഷോവാൾ ടെക്സ്ചർ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ നൽകിയിരിക്കുന്നത്. നമുക്ക് കിച്ചൺ ഒന്ന് കാണാം. നല്ല വൃത്തിയുള്ള അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന കിച്ചണാണ്. വലിയ സൗകര്യമുള്ള കിച്ചണാണ്. നേരെ നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പം തന്നെ എൻ്റെ വലത് ഭാഗത്ത് ഇവിടെ ഒരു ലോണ്ട്രി സ്പേസ് നൽകിയിട്ടുണ്ട്. ലോണ്ട്രി സ്പേസ് എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ്. അവിടെ നൽകിയിരിക്കുന്ന ആ ഒരു കബോർഡുകൾക്കൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത്. ഈവൻ വാളിൽ കൊടുത്തിരിക്കുന്ന ടൈലിനും ആ ഒരു പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാഷ് ബേസിലേക്ക് ആവശ്യമായ
ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ പ്ലംബിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലോണ്ടറി സ്പേസ് കഴിഞ്ഞാൽ പിന്നെ ഒരു പാസേജ് സ്പേസ് ഉണ്ട്. ആ ഒരു പാസേജ് സ്പേസിൻ്റെ ഭാഗത്താണ് ഈ ഒരു ടോൾ യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഓവൻ സ്പേസ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇവിടെ തന്നെയാണ് ഫ്രിഡ്ജ് വരുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ കിച്ചനകത്തേക്ക് വന്നു. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലുപ്പമുള്ള കിച്ചനാട്ടോ. സെപ്പറേറ്റ് വർക്ക് ഏരിയ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫോർമൽ കിച്ചൺ അങ്ങനെ ഈ വീട്ടിൽ നൽകിയിട്ടില്ല. ഒരു വലിയ കിച്ചൺ നൽകിയിരിക്കുന്നു. അതിലെല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഐലൻഡ് ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് പർപ്പസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഐലൻഡ് ടേബിളിന് ചുറ്റും നമുക്കൊരു ചെയർ ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു വൈറ്റ് ഫിനിഷിൽ ചെയ്തിരിക്കുന്ന കിച്ചനാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പുതിയ വീടുകളിലെല്ലാം വൈറ്റ് കിച്ചൺ ചെയ്യുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ നല്ല വൃത്തിയോടുകൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഈ ഒരു വൈറ്റ് കിച്ചൻ്റെ പ്രത്യേകത. ഇവിടെ കൗണ്ടർ ടോപ്പ് പോലും വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് കൊറിയൻ ടോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഐലൻഡിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്നത് കൊറിയൻ ടോപ്പാണ്. അപ്പർ ക്യാബിനറ്റുകളൊക്കെ നൽകിയിരിക്കുന്നത് വൈറ്റ് ഫിനിഷിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈവൻ ഇവിടെ കിച്ചണിനകത്തൊരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കൈ കഴുകാൻ വേണ്ടിയിട്ട് ഈ ഒരു വാഷ് ബേസിൻ ഏരിയ സഹായിക്കും. ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ നൽകിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കിച്ചണിൽ അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കൺജസ്റ്റൻ ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ കിച്ചണിൽ ഇരുന്ന് സംസാരിക്കാനുള്ളൊരു സീറ്റിംഗ് ഏരിയ ഇതേപോലെ നൽകി കഴിഞ്ഞാൽ അതൊരുപാട് സഹായകരമായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കിച്ചണിൽ ചെയ്തിരിക്കുന്ന സീലിങ്ങിൻ്റെ പാറ്റേൺ വേറൊരു ട്രഡീഷണൽ പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. അതും ജിപ്സത്തിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് സ്റ്റോർ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ വീട്ടിലും ഒരു സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് വയ്ക്കാൻ ഒരുപാട് സഹായകമാകും. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒരുപാട് കാര്യങ്ങളില്ല, അതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഈ ഒരു സ്റ്റോർ റൂം സ്പേസിനകത്താണ്. എക്സിറ്റ് ഡോർ, പുറത്തേക്കുള്ള ഡോറ് വരുന്നത് ഈ ഭാഗത്താണ്. സോ ഇതാണ് മൊത്തത്തിൽ ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങൾ. ഈ വൈറ്റ് കിച്ചൺ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും മസ്റ്റായിട്ടും ഈ വീഡിയോക്ക് താഴെ ഒരു കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ വൈറ്റ് കിച്ചൺ അല്ല, നിങ്ങൾക്ക് വേറൊരു ടൈപ്പാണ് കിച്ചൺ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ആ വൈറ്റ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്താൽ മറ്റുള്ള ആളുകൾക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ബെഡ്റൂമുകളൊക്കെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. നമുക്ക് ഓരോ ബെഡ്റൂമുകളും കാണാം. ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി നമുക്ക് നോക്കാം. ഓരോ ബെഡ്റൂമുകളും ഓരോ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. റൂം ഡോർ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് മുഴുവൻ തേക്ക് ഡോറിനകത്ത് സിമ്പിളായിട്ടുള്ള ഗ്രൂസ് നൽകിയിട്ട് ഒരു മോഡേൺ ഡോർ ഡിസൈനാണ് റൂമുകൾക്കൊക്കെ നൽകിയിരിക്കുന്നത്. എല്ലാ റൂമുകൾക്കും സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഡോറിന് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബെഡ്റൂമിലേക്ക് വരുന്ന പാസേജിലാണ്. ഈ ഒരു പാസേജ് സ്പേസിൽ ഒരു മിറർ, ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്ക് കിട്ടുന്ന മിററാണ് അതിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. സെയിം ഒരു ട്രഡീഷണൽ ഫർണിച്ചർ കാറ്റഗറിയിൽ വരുന്ന ഒരു കൺസോൾ യൂണിറ്റ്, ഒരു ടേബിളും ഇവിടെ നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ബെഡ്റൂമിൻ്റെ പൊസിഷൻ വരുന്നത്. ഈ വാളിൻ്റെ തൊട്ട് ബാക്കിൽ വാർഡ്രോബ് സ്പേസ് ആണ് വരുന്നത്. അത്യാവശ്യം വലിയ വാർഡ്രോബ് സ്പേസ് ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഈ ഒരു വാളിന് പുറകിലാണ് വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ വുഡൻ ആംബിയൻസ് ആണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിൽ നൽകിയിരിക്കുന്നു. കട്ടിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രൗഡിയുള്ള ഒരു ഇന്തോനേഷ്യൻ സ്റ്റൈലിൽ വരുന്ന കട്ടിലാണ് നൽകിയിട്ടുള്ളത്. 2 സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. അതും സോളിഡ് വുഡിൽ ചെയ്തിരിക്കുന്ന സൈഡ് ടേബിളാണ്. നേരെ നമ്മൾ സീലിങ്ങിൻ്റെ ആംബിയൻസ് നോക്കുകയാണെങ്കിലും ഒരു ട്രഡീഷണൽ ആംബിയൻസ് ആ ഒരു സീലിങ്ങിനകത്തും കൊണ്ടുവന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതും ജിപ്സത്തിൽ ചെയ്തിരിക്കുന്ന സീലിംഗ് തന്നെയാണ്. പക്ഷേ ലൈറ്റിംഗ് ഒക്കെ വന്ന സമയത്ത് ആ ഒരു മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്ക് നമ്മുടെ ഇൻറ്റീരിയറിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിന് സാധിച്ചിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഔട്ട്സൈഡിലേക്ക് ഒരു പാറ്റിയോ സ്പേസ് പോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കോർട്ട്യാർഡ് സ്പേസ് എന്നൊക്കെ നമുക്ക് പറയാം. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഉച്ച സമയത്താണ്. ഉച്ച സമയത്ത് ഓഫ് കോഴ്സ് നല്ല വെയിലാണ് ഇവിടെ ഉണ്ടാവുക. എന്നാൽ വൈകുന്നേര സമയമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ഇരുന്ന് കളിക്കാനും ഓടി കളിക്കാനൊക്കെ പറ്റുന്ന അത്രയും സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ റൂഫ് വരുന്നില്ല, ഫ്രഷ് എയർ ഈ ഭാഗത്ത് കിട്ടും. മാത്രമല്ല ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വാൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് മതിലുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് നമ്മുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യുമെന്നുള്ള പേടിയും വേണ്ട. നേരെ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്പേസ് നിൽക്കുന്നതും. വീടിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം സ്ഥലം ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് വലിയൊരു എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഒരു വാള് പണിയുക, അതിലൊരു പെയിൻറ്റിങ് ചെയ്യുക എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. അവിടെ റൂഫും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നൈറ്റ് സമയത്ത്, രാത്രിയാവുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പ്രൈവസിയുടെ ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു ഷട്ടർ, റോളിംഗ് ഷട്ടേഴ്സ് നൽകാവുന്നതാണ്.
സീലിങ്ങിനകത്ത് നിന്നും താഴോട്ട് വരുന്ന രീതിയിലുള്ള ഒരു റോളിംഗ് ഷട്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രാത്രിയാവുന്ന സമയത്ത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകവും പുറവും തമ്മിൽ സെപ്പറേറ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റോളിംഗ് ഷട്ടർ സഹായിക്കുകയും ചെയ്യും. സോ നമ്മൾ റോളിംഗ് ഷട്ടർ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതേപോലെ താഴ്ത്തി വെക്കുകയും ചെയ്യാം. വി ബിൽഡിന് തന്നെ വി ബിൽഡ് സൊല്യൂഷൻ എന്ന് പറയുന്നൊരു വിങ് കൂടെ ഉണ്ട്. അതിൽ ഈ റോളിംഗ് ഷട്ടേഴ്സ്, ഹോം ഓട്ടോമേഷൻസ്, CCTV സർവൈലൻസ്, അത്തരത്തിലുള്ള ഡിജിറ്റൽ സൊല്യൂഷൻസ്, അതേപോലെ ഏറ്റവും ടെക്നോളജി വൈസ് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ വരുന്നൊരു വിങ് ആണ്. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഇവരുടെ അടുത്ത് നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് വി ബിൽഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബെഡ്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു വാർഡ്രോബ് സ്പേസ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോളിഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ഒരു വുഡൻ തീമിൽ ചെയ്തുകൊണ്ടാണ് വുഡിൽ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ബെഡ്റൂമുകളൊക്കെ മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് വാർഡ്രോബുകളും ബെഡ്റൂമുകളൊക്കെ വരുന്നത്. വലിയൊരു മിറർ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് സെപ്പറേഷനൊക്കെ നൽകിയിട്ടുണ്ട്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ തമ്മിൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂട്രൽ കളർ ആംബിയൻസ് ആണ് ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ബെഡ്റൂമിനകത്തേക്ക് കയറി വരുന്ന സമയത്ത്. ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ നോക്കൂ. വാള് മുഴുവനായിട്ട് കുഷൻ കവേർഡായിട്ട് വരുന്ന രീതിയിലാണ് ഈ ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫുൾ ലെങ്ത്തിൽ ഒരു മിറർ നൽകിയിരിക്കുന്നു. അതിൻ്റെ രണ്ട് ഭാഗത്തൊരു ഗോൾഡൻ ലൈനിങ് ഒക്കെ നൽകിയിട്ടുണ്ട്. സൈഡ് ടേബിളിൻ്റെ ഡിസൈൻ നോക്കൂ. ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന, അതോടൊപ്പം ഗോൾഡൻ ഫിനിഷിങ് വരുന്ന സൈഡ് ടേബിൾ ഡിസൈൻ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള കളർ തീം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ കളർ ഷെയ്ഡ് ഈ റൂമിൽ ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എൽ ഷേപ്പിൽ വരുന്ന വിൻഡോയാണ് ഇവിടെ വരുന്നത്. അതിൽ തന്നെ കർട്ടൻസ് നൽകിയിരിക്കുന്നു. ക്ലോത്ത് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അകത്ത് ഷിയർ കർട്ടനും പുറം ഭാഗത്ത് ബ്ലാക്ക് ഔട്ട് കർട്ടനുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വലിയൊരു സ്പേസ്, ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ഫ്ലൂട്ടഡ് ആയിട്ട് വരുന്ന പാനലുകൾ യൂസ് ചെയ്തിട്ടാണ്. ഫ്ലൂട്ടഡ് അക്രിലിക് പാനലുകളാണ് ഇത്തരത്തിലുള്ള പാനലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് സ്പേസ് ഇവിടെ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ബെഡ്റൂമിനും ഇങ്ങനെ സെപ്പറേറ്റ് ഒരു വാർഡ്രോബ് സ്പേസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ, നല്ല അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള വാർഡ്രോബ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടിഭാഗത്ത് ഷൂ റാക്കാണ് വരുന്നത്. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡ്രോവേഴ്സ് വരുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ഡോർസ് ആണ്. മുകളിലൊക്കെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്താണ് ടോയ്ലറ്റ് വരുന്നത്. വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബീച്ച് കളർ ടോൺ ആണ് ഈ ഒരു ടോയ്ലറ്റിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് വരാം. കോൺക്രീറ്റ് സ്റ്റെയർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകൾക്ക് നൽകിയിട്ടുള്ളത്. ഒരു സിമ്പിൾ നോർമൽ വാളായിരിക്കേണ്ട ഈ ഭാഗം മൾട്ടിവുഡിൻ്റെ ഒരു പീസ് വെച്ച് അതിൽ ഗ്രൂ വർക്ക് ചെയ്ത് സെൻറ്ററിൽ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്ത സമയത്ത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻ്റ് ആക്കി മാറ്റിയെടുക്കാൻ ഇതിൻ്റെ ഡിസൈനേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മിനിമൽ ആയിട്ടുള്ള ചെറിയ ഡിസൈൻ എലമെൻറ്റുകൾ കൊണ്ട് നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്തെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഷോവാളിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്സ്റ്റെയറിലേക്ക് കയറുന്ന സ്റ്റെയർ കേസ് നേരെ കയറി വരുന്നത് ഈ ഒരു പാസേജ് സ്പേസിലേക്കാണ്. അപ്സ്റ്റെയറിലേക്ക് വരുന്ന സമയത്ത് 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്. നമുക്ക് ആ ബെഡ്റൂമിൻ്റെ ഡിസൈൻ ഒന്ന് കാണാം. മുകളിലെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണിത്. ഒരു വുഡൻ ആംബിയൻസ് ആണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. ഇവിടെ സൈഡിൽ കണ്ടോ ഇരിക്കാനുള്ളൊരു സൗകര്യമൊക്കെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല എൽ ഷേപ്പിൽ വരുന്നൊരു വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ പറമ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ നമുക്ക് വലിയൊരു പുഴ കാണാൻ സാധിക്കും. നമ്മുടെ ഭാരതപ്പുഴയുടെ ഭാഗമായിട്ട് ഒഴുകുന്ന ആ ഒരു ജലാശയമാണ് അവിടെ ഉള്ളത്. നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങോട്ടുള്ളൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. വാള് ചെയ്തിരിക്കുന്നത് ഒരു ടെക്സ്ചർ പെയിൻറ്റിങ് ഉപയോഗിച്ചിട്ടാണ്. ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വരുന്ന സമയത്ത് ജിപ്സം സീലിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡി ടേബിൾ, ഒരു വർക്കിംഗ് ടേബിൾ നൽകിയിട്ടുണ്ട്. ആ ഒരു കർവിങ്ങും കാര്യങ്ങളൊക്കെ നല്ലൊരു മോഡേൺ സ്ലീക്ക് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് വാർഡ്രോബ് സ്പേസ് വരുന്നത്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള വാർഡ്രോബ് സ്പേസ് ആണ് നമ്മൾ കാണുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ തീമാണ് വാർഡ്രോബുകൾക്ക് ചെയ്തിട്ടുള്ളത്. അടിയിൽ ഷൂറാക്ക് വരുന്നുണ്ട്. ഇവിടെ നിഷുകൾ വരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കാണാൻ സാധിക്കും. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡാണ് ടോയ്ലറ്റിന് നൽകിയിരിക്കുന്നത്.
അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഡോർ ഡിസൈൻസ് ഒക്കെ സെയിം സിമിലർ പാറ്റേൺ തന്നെയാണ് നൽകിയിരിക്കുന്നത്. റൂമിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്താണ് മാറ്റങ്ങൾ വരുന്നത്. 4 ബെഡ്റൂം ഉണ്ടെങ്കിൽ 4ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വിൻഡോയിലൂടെ നമുക്ക് ഔട്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. മുറ്റത്തുള്ള കാഴ്ചകൾ കാണാം. ദൂരെ നമുക്ക് ഭാരതപ്പുഴ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും പുഴയിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ബെഡ്റൂമിൻ്റെ ഭാഗത്തൊക്കെ ജനലുകൾ നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യുന്നതിൽ വി ബിൽഡ് ഈ ഒരു വീട്ടിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ POP ഉപയോഗിച്ചൊരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു PU ഫോംസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്തുള്ള ആ ഒരു സെയിം ഫിനിഷ് തന്നെ POPയിൽ ഇവിടെ റിയൽ ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ്. സാധാരണ നമുക്ക് ബെഡ്റൂമുകളിൽ വാർഡ്രോബുകൾ, ടേബിൾ, അങ്ങനെ ഒരുപാട് എലമെൻറ്റുകൾ കയറിയിട്ട് ബെഡ്റൂം വളരെയധികം കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വീട്ടിൽ വാർഡ്രോബുകളൊക്കെ ഒരു സെപ്പറേറ്റ് സ്പേസിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമുകളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഭാഗത്താണ് വാർഡ്രോബുകൾ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് വാർഡ്രോബുകൾക്ക് നൽകിയിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ആയിട്ട് വരുന്ന ലാമിനേറ്റ്സ് ആണ് വാർഡ്രോബുകളുടെ ഷട്ടേഴ്സിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഡ്രസ്സിങ് ഏരിയ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. വിട്രിഫൈഡ് ടൈല് തന്നെയാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ ഹൗസ് ഓണർ ആയിട്ടുള്ള അജാഷ്കയാണ്. അജാഷ്ക, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എത്ര സമയമായി? ഇപ്പം ഏകദേശം ഒരു 6 മാസം അടുത്തായി. 6 മാസത്തിൻ്റെ അടുത്തായി. ഇപ്പോഴും വീട് ആ ഒരു ഫ്രഷ്നെസ് വിട്ടു പോയിട്ടില്ല. ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ വീട് ചെയ്തു തന്നിരിക്കുന്ന ആർക്കിടെക്റ്റുകൾ, വി ബിൽഡ് പ്രൊജക്റ്റിൻ്റെ ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മളാണല്ലോ ഒരു സേവനം എടുക്കുകയാണല്ലോ അവരെ കയ്യിൽ നിന്ന്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. എനിക്ക് എന്നെ ദിവസം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വി ബിൽഡിൻ്റെ മെയിൻ നമ്മൾ പോകാനുള്ള കാരണം ഈ വൺ സ്റ്റോപ്പ് ഫോർ ഓൾ സൊല്യൂഷൻസ് എന്ന് പറയില്ലേ, അവരുടെ അടുത്ത് എല്ലാം ഉണ്ട്. ഇപ്പം അവരുടെ അടുത്ത് കൊടുത്തതിന് ശേഷം എനിക്കിപ്പോൾ ഒന്നും അറിയണ്ട. കാരണം എല്ലാം അവരാണ് ചെയ്തത്. കൺസ്ട്രക്ഷന്, ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം അവരാണ്. ഓട്ടോമേഷനും എല്ലാം ചെയ്തത് അവരാണ്. സാധാരണ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യാത്ത വർക്കുകളാണ് ഈ ഓട്ടോമേഷൻ, ഗേറ്റിന്റെ വർക്ക്, റോളിംഗ് ഷട്ടറിന്റെ വർക്ക്, CCTVയുടെ വർക്ക്, സോളാറിന്റെ വർക്ക് എല്ലാം. അതേ പറഞ്ഞ അപ്പം എനിക്ക് നമുക്കൊരു ഒരു തലവേദന ഇല്ലായിരുന്നു. കാരണം ഒരു സൊല്യൂഷൻ അവരാണ് കംപ്ലീറ്റ്. ഈവൻ പ്രോജക്റ്റ് മാനേജ്മെന്റ് ചെയ്തതും അവർ തന്നെയാണ്. അപ്പം നമ്മളെ വീട് സ്റ്റാർട്ട് ചെയ്ത് പ്ലാനിങ് മുതൽ കംപ്ലീഷൻ വരെ കംപ്ലീറ്റ് അവരെ ഇതാണ്. നമുക്ക് എവറി ഡേ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരും. എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ്. സോ പണി നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഇവിടെ ഇല്ല. അപ്പൊ എനിക്ക് അവര് CCTV വെച്ച് തന്നിരുന്നു. ഈ ഉള്ളിലുള്ള CCTV അല്ല, പുറത്ത് 2 കൺസ്ട്രക്ഷൻ സമയത്ത് എനിക്ക് ഡെയിലി കാണാൻ വേണ്ടിയിട്ട് 2 സൈഡും CCTV വെച്ച് തന്നിരുന്നു. സോ എനിക്ക് കാണാൻ പറ്റും. പിന്നെ എവറി ഡേ എനിക്ക് റിപ്പോർട്ട്സ് ഉണ്ടാവും. ഡിസ്കഷനിലിരിക്കും അവര് എല്ലാം. ഓരോ മെയിൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഇത് എന്ന് പറഞ്ഞാല്, ഇപ്പോൾ ഒരു ഡിസൈന് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫിക്സ് ഓക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതല്ല. അതിലിപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അവർ റെഡിയാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അതും ചെയ്യും. ഇപ്പം നമ്മൾ പറയണത് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ നമ്മൾ ഈ തീമിനായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അവർ നമ്മളെ കൺവിൻസ് ചെയ്യും. ഓക്കെ, ഇത് നമ്മളെ തീമായിട്ട് ചേരുന്നതല്ല, അങ്ങനെയാണ് പറഞ്ഞു തരും. അതെ. അപ്പം നമ്മൾ ഓക്കെ നമ്മളെ കൺവിൻസ് ചെയ്യും കറക്റ്റാണ്, ഇങ്ങനെയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴും ആണ് അവർ അതേപോലെ ഈ എല്ലാ ചേഞ്ചസ് ഇപ്പം നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം ഇതിപ്പം കുറച്ചും കൂടി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പൊ അവർ ഓൾറെഡി നമ്മൾ അപ്രൂവ് ചെയ്ത ഡിസൈനാണ്. പക്ഷെ അതിൽ ഇനിയും ക്വാളിറ്റി ബെറ്റർമെന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർ റെഡിയാണ്. ദേ ആർ റെഡി ടു ചേഞ്ച്. സോ അതൊരു നല്ലൊരു ഫാക്ടറാണ്. ഈ നമ്മൾ വർക്ക് നടക്കുമ്പോഴുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ഈ സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ മുമ്പുള്ള ഡിസ്കഷൻ്റെ കാര്യമൊക്കെ പ്രൊജക്റ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് വീട്ടിൽ നിങ്ങൾ താമസിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഇവിടെ ഇപ്പം നമ്മൾ അങ്ങനെ നിന്നിട്ടില്ല. പക്ഷെ നിൽക്കുമ്പോഴെല്ലാം നമുക്കൊരു ഹാപ്പി ഫീലിംഗ് തന്നെയാണ്. പിന്നെ എപ്പോഴും എന്തെങ്കിലും അവരുണ്ട്, സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളും ഇതാണ് എന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം എല്ലാത്തിനും അവരുണ്ട്. എല്ലാം ഹാപ്പിയാണ്. പ്ലാനിങ് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ ഫീൽ ആണ് വീടിന്റെ ഇന്റീരിയർ. അതെ, നമുക്ക് നല്ല എന്താ പറയുക ഒരു വിശാലത വേണമെന്ന് ഉണ്ടായിരുന്നു. പിന്നെ
എല്ലാം ലൈറ്റ് വരുന്ന പോലെയും ഉള്ള ഒരു അങ്ങനെയാണ് നമ്മൾ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ വലിയ അത് നമ്മൾ പ്ലാനിങ്ങിൽ നമ്മൾ പറഞ്ഞതായിരുന്നു കുറച്ച് ഹൈറ്റും വലിയ വെളിച്ചം വരുന്ന പോലെ വരണം എന്നുള്ളത്. സോ ടോട്ടലി ഒരു ഹൗസ് ഓണർ എന്നുള്ള രീതിയിൽ അവരുടെ സർവീസിൽ നിങ്ങൾ ഹാപ്പിയാണ്? അതെ, തീർച്ചയായും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് തന്നതിന് തീർച്ചയായിട്ടും നന്ദി. താങ്ക് യു. സോ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് മലപ്പുറം കോട്ടയ്ക്കലുള്ള വി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അത്യാവശ്യം സ്പേസ് വരുന്ന, അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്ന ഒരു പ്രൊജക്റ്റ് കൂടിയാണ്. നല്ല ഭംഗിയിൽ തന്നെ ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ എലവേഷനും ഇൻറ്റീരിയർ ഡിസൈനും ചെയ്തിട്ടുണ്ട്. വി ബിൽഡിൻ്റെ കമ്പനി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 വെർട്ടിക്കൽസ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ പ്ലാനിങ്, കൺസ്ട്രക്ഷൻ സൂപ്പർവിഷൻ, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, അതേപോലെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ എക്സിക്യൂഷൻ, അതിനുശേഷമുള്ള നമ്മുടെ വീടിനേക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CCTV സൊല്യൂഷൻസ്, ഗേറ്റ് ഓട്ടോമേഷൻസ്, വീഡിയോ ഡോർഫോൺസ്, അതേപോലെ റോളിംഗ് ഷട്ടേഴ്സ്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വൈഫൈ സിസ്റ്റംസ്, ഇങ്ങനെയുള്ള ഡിജിറ്റൽ സൊല്യൂഷൻസ് എല്ലാം ചെയ്തു തരുന്ന ഒരു വിങ് അവരുടെ കയ്യിലുണ്ട്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിനും കൺസൾട്ടൻസിക്കും വേണ്ടിയിട്ടുള്ള വേറൊരു വിങ് അവരുടെ കയ്യിലുണ്ട്. ആർക്കിടെക്ചറൽ സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു വിങ് അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് സൊല്യൂഷൻസ് വീടിന് വേണ്ടി നൽകുന്ന ഒരു സ്ഥാപനമാണത്. മലപ്പുറം കോട്ടയ്ക്കലാണ് അവരുടെ ഓഫീസ് വരുന്നത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട്. അവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ, സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൻ്റെ ലിങ്കുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. സോ നല്ലൊരു ആർക്കിടെക്ട്സിനെ അല്ലെങ്കിൽ നല്ലൊരു ബിൽഡേഴ്സിനെ നിങ്ങൾ തിരയുന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിൽഡേഴ്സാണ് വി ബിൽഡ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് വെക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.